കോന്നി എം.എൽ.എ. കെ.യു. ജനീഷ് കുമാറിന് പിന്തുണയുമായി CPM രംഗത്ത്. വന്യജീവി ആക്രമണവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾ ജീവിക്കാൻ നടന്ന പോരാട്ടത്തിലാണ് കെ.യു. ജനീഷ് കുമാർ ഇടപെട്ടതെന്നാണ് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പറയുന്നത്. ജനങ്ങൾക്കൊപ്പം തന്നെയാണ് CPM എന്നും രാജു എബ്രഹാം. MLA-ക്കൊപ്പം തന്നെയാണ് പാർട്ടി, അതിനകത്ത് യാതൊരു തർക്കവുമില്ല. ജനങ്ങളുടെ ജീവനാണ് പ്രധാനപ്പെട്ട കാര്യം, ജനങ്ങളുടെ കൃഷി അതാണ് പ്രധാനപ്പെട്ട കാര്യം. നക്സലുകൾ വരുന്നു എന്നൊക്കെ ആ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞതാണ്. അത് അന്നേരത്തെ ഒരു വൈകാരിക പ്രകടനമാണെന്ന് MLA തന്നെ കറക്റ്റ് ചെയ്ത് പറഞ്ഞു കഴിഞ്ഞ കാര്യങ്ങളാണ്. ജനങ്ങൾക്കൊപ്പം തന്നെയാണ് MLA, ജനങ്ങൾക്കൊപ്പം തന്നെയാണ് CPM, യാതൊരു തർക്കവും അക്കാര്യത്തിലില്ല. A.V. ജയശങ്കർ ചേരുന്നു പത്തനംതിട്ടയിൽ. ജയശങ്കർ, ശരിക്കും ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തി എന്നുള്ളതും അവരുടെ ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ ഇടപെട്ടു എന്നുള്ളതും വേണമെങ്കിൽ അദ്ദേഹത്തിന് ഒരു കുറ്റമായി കൊണ്ടുവരാൻ കഴിയും. എന്നാൽ CPM ജനങ്ങളുടെ പക്ഷത്തുനിന്ന് സംസാരിക്കാൻ താല്പര്യമെന്നാണ് രാജു എബ്രഹാം പറയുന്നത്. വിവരങ്ങൾ. ഗുഡ് മോർണിംഗ് SK. എന്തായാലും ഇത്തരത്തിൽ MLA ഉദ്യോഗസ്ഥ പോര് തുടരുമ്പോൾ പാർട്ടി MLA-ക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ്. അദ്ദേഹം ജനങ്ങൾക്ക് വേണ്ടിയാണ് ഇടപെട്ടത്. സംസ്ഥാനത്ത് വലിയ തോതിൽ ഈ വന്യജീവി ആക്രമണങ്ങളും അതുമായി ബന്ധപ്പെട്ട പ്രത്യാഘാതങ്ങളും വർദ്ധിക്കുന്നൊരു ഘട്ടത്തിൽ പൂർണ്ണമായൊരു പിന്തുണ MLA-യുടെ നിലപാടിന് പാർട്ടി നൽകുന്നു. കാരണം ഇത് ജനങ്ങളുടെ വിഷയത്തിലാണ് ഇടപെട്ടത്. അതുകൊണ്ട് തന്നെ അക്കാര്യത്തിൽ മറ്റു തലത്തിൽ MLA-യെ പ്രതിരോധിക്കാൻ സാധിക്കില്ലെന്നാണ് പാർട്ടിയുടെ നിലപാട്. അതുതന്നെയാണ് രാജു എബ്രഹാം പറയുന്നത്. അതായത് MLA ജനങ്ങൾക്കൊപ്പമാണ്, പാർട്ടിയും ജനങ്ങൾക്കൊപ്പമാണ്. അതുകൊണ്ട് തന്നെ പൂർണ്ണ പിന്തുണ MLA-ക്ക് നൽകുന്നു. ഈ നക്സൽ വരുമെന്ന പരാമർശമൊക്കെ അതൊരു വൈകാരികമായിരുന്നു, അത് MLA തന്നെ തിരുത്തിയെന്നും രാജു എബ്രഹാം വിശദീകരിക്കുന്നുണ്ട്. എന്തായാലും വനം വകുപ്പിന് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് തികഞ്ഞ ആശയക്കുഴപ്പമാണ് ഉള്ളത്. കാരണം ഈ കാര്യത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി വരെ ഉണ്ടായിരുന്ന ഒരു ധാരണ, ഈ വനം മന്ത്രി നിർദ്ദേശിച്ച അന്വേഷണം പൂർത്തിയായി റിപ്പോർട്ട് നൽകിയ ശേഷം മാത്രം മറ്റ് നിയമ നടപടികളുമായി മുന്നോട്ട് പോകാമെന്നായിരുന്നു. പക്ഷേ ഇന്ന് അതിൽ ചില മാറ്റങ്ങളുണ്ട്. ഒരു വിഭാഗം ഉദ്യോഗസ്ഥർ ഈ ഇത്തരത്തിൽ കെ.യു. ജനീഷ് കുമാർ ഇത്തരത്തിൽ ഈ കസ്റ്റഡിയിലുണ്ടായിരുന്ന ആളെ കൊണ്ടുപോയ സംഭവത്തിൽ പോലീസിന് പരാതി നൽകണം, നിയമ നടപടികൾ ആരംഭിക്കണമെന്നൊരു കാര്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. പക്ഷേ അങ്ങനെ ഒരു വേണ്ട എന്നാണ് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്ത് നിന്ന് DF ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥർക്ക് നൽകിയൊരു നിർദ്ദേശം. അതായത് പൂർണ്ണമായും ഈ അന്വേഷണ റിപ്പോർട്ട് വന്നതിന് ശേഷം നിയമ നടപടികൾ ആരംഭിക്കാം, തൽക്കാലം നീക്കങ്ങളൊന്നും വേണ്ട എന്നൊരു നിർദ്ദേശം നൽകി. പക്ഷേ ഉദ്യോഗസ്ഥർക്ക് ചെറിയ അതൃപ്തിയുണ്ട്. അപ്പോൾ ഇന്ന് അക്കാര്യത്തിലൊരു തീരുമാനമാകും. നിയമ നടപടികളുമായി വനം വകുപ്പ് പോകുമോ ഇല്ലയോ എന്ന കാര്യം ഇന്നറിയാം. നിലവിലെ സ്റ്റാറ്റസ് അനുസരിച്ച് തൽക്കാലം നിയമ നടപടികളുമായി പോകേണ്ട എന്ന് തന്നെയാണ്. ഓക്കെ, താങ്ക് യു. A.V. ജയശങ്കറാണ് വിവരങ്ങൾ നൽകിയത്.